പിന്നെ എന്നെ അക്സെപ്റ്റ് ചെയ്യുമോ ജനങ്ങൾ എന്നുള്ളൊരു ഇതുണ്ട്. ബോൾഡ് മോഡേൺ ഒക്കെ ആയിട്ടുള്ള ലേഡീസിനെ അങ്ങനെ ജനങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു കൾച്ചർ അല്ലല്ലോ നമ്മുടെ. ഞാൻ അങ്ങനെ തന്നെ ജീവിക്കാനാണ് ഇഷ്ടപ്പെടുന്നത്. ഇപ്പൊ ഇലക്ഷൻ നിന്ന് ചുരിദാറെടുത്ത് സാരി എടുത്തൊക്കെ നിൽക്കാൻ. അപ്പൊ അതായിരുന്നു പണി. രാഹുൽ മാങ്കൂട്ടത്തിനെ കുറിച്ച് അപവാദം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജനങ്ങൾ അറിയും. ജനങ്ങൾ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറെ ആളുകൾ ഒന്ന് ഇന്റർവ്യൂ എടുക്കും. ആ ഇന്റർവ്യൂയിലൂടെ വൈറലാകും, എയറിലാകും, തെറി കേൾക്കും, നല്ലതും കേൾക്കും. അങ്ങനെ എങ്ങനെയെങ്കിലും രാഷ്ട്രീയത്തിൽ പിടിപ്പാട് ഉയർത്തണം, അത്രേ ഉള്ളൂ. പിടിപ്പാട് ഉയർത്തി കഴിഞ്ഞാൽ രാഷ്ട്രീയത്തിൽ ഇറങ്ങാം, മത്സരിക്കാം. ഇതായിരുന്നു റിനി താങ്കളുടെ ആ ഒരു പ്ലാൻ? അതിനായിരുന്നോ രാഹുൽ മാങ്കൂട്ടത്തിൽ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എന്ന് ഇല്ലാ കഥകൾ പറഞ്ഞേ? എനിക്കൊരു കംപ്ലൈന്റും ഇല്ലേ കേട്ടു. പക്ഷെ ഹൂ കെയേഴ്സ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എല്ലാത്തിനും തുടക്കം കുറിച്ച ആളാണ് റിനി. റിനി കൃത്യമായിട്ട് ഇങ്ങനെ ഒരു അജണ്ടയോട് കൂടിയിട്ടാണ് കാര്യങ്ങൾ ചെയ്തതെന്ന് ഇപ്പോഴാണ് മനസ്സിലാവുന്നത്. അതായത് ഇലക്ഷന് നിൽക്കാൻ വേണ്ടിയിട്ടും ആ രാഷ്ട്രീയ പാർട്ടിയിൽ ഉന്നത സ്ഥാനങ്ങൾ അലങ്കരിക്കാനുള്ള അവസരം കിട്ടാൻ വേണ്ടിയിട്ടും ഇങ്ങനെ എന്തിന് പ്രഹസനങ്ങൾ കാണിച്ച് നുണകൾ പറഞ്ഞ് രംഗത്ത് വന്നു എന്നുള്ളതാണ് ചോദ്യം. എന്തായാലും നല്ല പേരായല്ലോ അല്ലേ? ഇനിയിപ്പോ ധൈര്യമായിട്ട് കയറിച്ചെല്ലാം. കാരണം എം.എ. ഷഹനാസിനെ പോലെയുള്ള ആളുകളെ പോലും ആ രാഷ്ട്രീയ പാർട്ടി എടുത്ത് പുറത്താക്കുന്നില്ല. അവർക്കെതിരെ ഇപ്പോൾ ഒരു ജാമ്യമില്ലാ വാറണ്ട് പോലും പുറപ്പെടുവിച്ചു. എന്നിട്ട് പോലും കോൺഗ്രസ് രാഷ്ട്രീയ പാർട്ടി അവരെ ഒന്ന് പുറത്താക്കാൻ പോയിട്ട് അവരെ ഒന്ന് ശകാരിക്കാൻ പോലും ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ് അതിൽ ഏറ്റവും വലിയ കോമഡി എന്നുള്ളതാണ്. അതിനിടയിലാണ് റിനി സത്യസന്ധമായ കാര്യങ്ങൾ തുറന്നു പറയുന്നു. എന്റെ ഈ ഒരു ബോൾഡ് ഫോട്ടോഷൂട്ട്, മറ്റുള്ള സാധനങ്ങൾ, ഇതൊക്കെ ജനങ്ങളെ ആക്സെപ്റ്റ് ചെയ്യുന്ന എനിക്കറിയില്ല. സാരിയൊക്കെ ഉടുത്ത് നിൽക്കണമെങ്കിൽ അതെനിക്കൊരു ബുദ്ധിമുട്ടാകുമല്ലോ എന്നൊക്കെ പറയുന്നത്. എന്തായാലും കൊള്ളാം. നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. ഇലക്ഷൻ ആണ് വരുന്നത്, എന്താണ് ഇലക്ഷൻ വരുമ്പോ കാൻഡിഡേറ്റ്സിനാണല്ലോ അത് ഇമ്പോർട്ടൻസ് ഏറ്റവും. പിന്നെ നമ്മളെപ്പോലുള്ള ജനങ്ങളും വളരെ ഉത്സുകരായിട്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഇലക്ഷൻ എന്ന് പറയുന്നത്. ഞാനിങ്ങനെ വോട്ട് ചെയ്യാൻ വേണ്ടി വളരെ ആകാംക്ഷയോടെ സന്തോഷത്തോടെ ഇരിക്കുകയാണ്. ഈ ഇലക്ഷനിൽ മത്സരിക്കാൻ താല്പര്യമുണ്ടോ? അങ്ങനെ എല്ലാരും എന്നോട് ചോദിക്കുന്നുണ്ട്. ഞാൻ അയ്യോ അയാണ്ട് കുണുങ്ങി പണ്ടാര പറഞ്ഞ പോലെ ആയല്ല. എങ്ങനെയെങ്കിലും അവിടെ എത്തണം. അതിന് വേണ്ടിയിട്ട് ഓരോ കുളത്തരം കാണിച്ച് നടക്കുക. ആ ചിരിയിൽ തന്നെ കിടക്കണ്ട എല്ലാതും. ഞാൻ എങ്ങനെ പറയാ, എന്നെ അവരല്ലേ എടുക്കേണ്ടത്. നാട്ടുകാർ മൊത്തത്തിൽ എടുത്തിട്ടുണ്ട് ഇപ്പൊ. നല്ല ഇമേജ് ആയിട്ടുണ്ടല്ലോ അല്ലെ? എന്തിനാടോ താങ്കൾക്ക് പരാതി ഇല്ലെങ്കിൽ ഒരാളെ കുറിച്ച് അപവാദം പറയുന്നത്? പരാതി ഉണ്ടെങ്കിലും ഓക്കെ, അല്ലെങ്കിൽ തെളിവുണ്ടെങ്കിലും ഓക്കെ. ഇതൊന്നുമില്ല, വെറുതെ വന്നിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ പേര് പറഞ്ഞിട്ടില്ല പോലും. ഹൂ കെയേഴ്സ് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. രാഹുൽ മാങ്കൂട്ടത്തിനെ കരിവാരി തേച്ചിട്ട് എല്ലാത്തിനും തുടക്കം കുറിച്ചിട്ട് എവിടുന്ന് കൊട്ടേഷൻ വാങ്ങിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നതെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. എം.എ. ഷഹനാസിനൊന്നും യാതൊരു പ്രശ്നമില്ല എന്ന് പറഞ്ഞ വ്യക്തിയാ. അവരൊക്കെ മനഃപൂർവ്വം അദ്ദേഹത്തിന്റെ പേര് ഇതിലേക്ക് വലിച്ചിഴക്കുകയും അയാളുടെ രാഷ്ട്രീയ കരിയർ തന്നെ ഇല്ലാണ്ടാക്കി എന്നുള്ളതാണ്. അപ്പൊ ചില ആളുകൾ പറയും രാഹുൽ മാങ്കൂട്ടത്തിൽ തെറ്റ് ചെയ്തിട്ടല്ലേ അതല്ലേ എന്നുള്ളത്. കോടതിയല്ലേ തീരുമാനിക്കേണ്ടത്. കോടതിക്ക് മുൻപാകെ കൃത്യമായ തെളിവുകൾ കൊടുത്തതിന്റെ ഭാഗമായിട്ടാണല്ലോ ആൾക്ക് ജാമ്യം കിട്ടുന്നത്. ആ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കോടതി തന്നെ പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ, അതായത് വാട്സപ്പ് സന്ദേശങ്ങൾ വായിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത് അതിജീവിത പരാതിക്കാരി തന്നെയാണ് ആ ഗുളിക വാങ്ങി കഴിച്ചത് എന്നുള്ളതാണ്. ഇന്ത്യയിൽ ഗർഭനിരോധനം ഒരു കുറ്റകരമായ കാര്യമായിട്ട് കാണുന്നുണ്ടോ? ഇല്ല എന്നാണ് ഞാൻ ഇപ്പം മനസ്സിലാക്കിയിട്ടുള്ളത്. മുൻപ് അത് വലിയ പ്രശ്നങ്ങളായിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. ഓക്കെ, എന്തോ ആവട്ടെ. പക്ഷെ എന്തിനാണ് റിനി ഈ കളിച്ചത് എന്ന് വ്യക്തമായി മനസ്സിലായില്ലേ? ഇനി കൊടുത്ത് മെഴുകുന്നുണ്ട്. ട്രോൾ വന്ന സമയത്ത് ഒരുപാട് പേര് ആദ്യം റിനീനെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചു. പിന്നെ ഓപ്പോസിറ്റ് ആള് ഒരു ഇന്റർവ്യൂ കൊടുത്ത സമയത്ത് വീണ്ടും ആ ഓപ്പോസിറ്റ് ആള് സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചു. അപ്പം ഈ ട്രോളുകൾ ആ കമന്റ് സെക്ഷൻ വായിച്ചിരുന്നോ? ഏറ്റവും കൂടുതൽ എന്താ തോന്നിയ കമന്റ് സെക്ഷൻ വായിച്ചപ്പോ? അത് ഞാൻ ഓൾറെഡി പറഞ്ഞത് തന്നെയാണ്. കാരണം സ്ത്രീകളുടെ അഭിപ്രായം പറയുമ്പോൾ, ഒരു പ്രശ്നം പറയുമ്പോൾ അതിനെ സ്വാഗതാർഹമായിട്ട് എടുക്കുന്ന ഒരു സൊസൈറ്റിയിലല്ല നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ തുടക്കത്തിൽ അങ്ങനെ വന്നെങ്കിലും പിന്നീട് എനിക്ക് തോന്നുന്നു ചില PR വർക്കുകളും ചില കാര്യങ്ങളൊക്കെ അതിന് പിന്നിൽ നടന്നിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. എല്ലാ സ്ത്രീകൾ പറയുന്ന കാര്യങ്ങളും നുണയാണ് എന്നും അവർക്കെതിരെ തിരിയണമെന്നും ഇവിടെയുള്ള ഒരു സമൂഹവും ചിന്തിക്കുന്നില്ല. നിങ്ങളെ പോലെയുള്ള ആളുകൾ വന്ന് പറയാണ് അയാൾ അങ്ങനെ ചെയ്തു, പക്ഷെ എനിക്ക് പരാതിയില്ല കേട്ടോ. ഇത് നമ്മൾ കണ്ണാടി നോക്കി പറഞ്ഞാൽ പോരെ? കോടിക്കണക്കിന് ആളുകൾ കാണുന്ന ഒരു പ്ലാറ്റ്ഫോമിൽ വന്ന് ഇരുന്ന് പറയാൻ പാടുവോ? പറയേണ്ടതായിട്ടുള്ള കാര്യമാണോ അപ്പോ പരാതി ഇല്ലെങ്കിൽ? അത്രേ ഉള്ളൂ. ജനങ്ങൾ അതാണ് നിങ്ങൾ ആ രീതിയിൽ വിലയിരുത്തുന്നത്. അതേപോലെ കുറെ ആളുകൾ ഇറങ്ങുന്നുണ്ട്. ഓരോ ദിവസം ഷിൻജിതയെ പോലെയുള്ള ആളുകൾ ഇറങ്ങിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. നുണകൾ പറഞ്ഞുകൊണ്ട് രംഗത്ത് വരിക എന്നുള്ളതാണ്. നിങ്ങൾ നുണകൾ പറഞ്ഞപ്പോ ജനങ്ങൾക്ക് അത് ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ടാണ് നിങ്ങളെ ഏറി കയറ്റിയത്. അത്ര തന്നെ. ശരിക്കും പബ്ലിസിറ്റിക്ക് വേണ്ടിയായിരുന്നോ ചെയ്തത്? അങ്ങനെ ചിന്തിക്കുന്നവർ അങ്ങനെ ചിന്തിക്കുന്നുണ്ടോ? ഞാൻ എന്തിനാണ് എന്തായാലും ഇങ്ങനെ ഒരു പബ്ലിസിറ്റി കിട്ടിയത് കൊണ്ട് പ്രത്യേകിച്ച് ഒരു ഗുണമില്ല. കുറെ ഹേറ്ററുകൾ ഉണ്ടാവും, കുറെ എതിർപ്പുകൾ ഉണ്ടാവും, ആജീവനാന്ത ശത്രുക്കൾ ഉണ്ടാവും എന്നൊക്കെ അല്ലാണ്ട്
എന്ത് ഗുണം അതിനകത്തുള്ളത്? പബ്ലിസിറ്റി എന്ന് പറയുന്ന പോസിറ്റീവായിട്ട് കിട്ടുന്ന ഒരു പബ്ലിസിറ്റി, ഇതിപ്പോ കുറെ നെഗറ്റിവിറ്റി ഒക്കെ വന്നല്ലോ. വല്ല പോസിറ്റിവിറ്റി കിട്ടുവെച്ചിട്ടാണല്ലോ അല്ലെ അങ്ങനെ ഒരു നുണ പറഞ്ഞത് അല്ലെ? പരാതിയില്ല, പക്ഷെ അദ്ദേഹം ഇങ്ങനെ ചെയ്തു അങ്ങനെ ചെയ്തു മെസ്സേജ് അയച്ചു, തെറി പോലും വിളിച്ചിട്ടില്ല. അതെ രസം. ഇവരെന്തൊക്കെയോ വിളിച്ചു പോകുന്നു എന്നുള്ളതാണ്. അതൊക്കെ പൊളിച്ചടക്കിയതാണ് അപ്പൊ തന്നെ അല്ലെ. അതായത് നെഗറ്റീവ് പബ്ലിസിറ്റി കിട്ടും വിചാരിച്ചില്ല. അതൊന്നും ഒരു പബ്ലിസിറ്റി അല്ലല്ലോ, പോസിറ്റീവ് കിട്ടും എന്നാണ് പ്രതീക്ഷ എന്നുള്ളത്. പിന്നെ ഊളത്തരം നുണകളും വിളിച്ചു പറഞ്ഞ് ജനങ്ങൾ അങ്ങ് പോസിറ്റീവ് ആക്കി തരുമല്ലോ പബ്ലിസിറ്റി. ഒന്ന് പോടാപ്പാ. അങ്ങനെ കിട്ടണമായിരിക്കണം, അല്ലെങ്കിൽ നമ്മളിത് ബാധിക്കും, നെഗറ്റീവായിട്ട് ബാധിക്കും. ഇപ്പൊ കമന്റ് അല്ല വിഷയം, നമ്മളൊരു നെഗറ്റീവ് പേഴ്സണാലിറ്റി ആയിട്ട് ചിത്രീകരിക്കുന്ന ഒരു പ്രശ്നമൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അങ്ങനെ ഒരു പേര് കിട്ടിയിട്ട് എന്തായാലും ഞാൻ എന്റെ ഒരു പ്രശ്നം അത് എന്റെ ഇന്റർവ്യൂവിൽ സംസാരിച്ചു, അതെങ്ങനെയോ വൈറലായതാണ്. അല്ലാതെ ഞാനൊരു സ്ഥലത്തും പോയിട്ട് പത്രസമ്മേളനം വിളിച്ച് ആരോട് സംസാരിച്ചിട്ടൊന്നുമില്ല. ശരി ശരി. എവിടെ ഒരു ഡൗട്ട് ചോദിക്കട്ടെ, ഇവർ ഏത് സിനിമയിലാണ് അഭിനയിച്ചിട്ടുള്ളത്? ഞാൻ ഒരു സിനിമയിൽ ഇവരെ കണ്ടിട്ടില്ല. കാര്യമായിട്ട് പറയാ, ആകെ കാണുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു കള്ളപ്രചരണം നടത്തി അതിനുശേഷം വൈറലായപ്പോ കുറച്ച് ബോൾഡ് ഡ്രസ്സൊക്കെ ഇട്ടിട്ട് കുറച്ച് നടന്നിരുന്നല്ലോ, അപ്പോഴാണ് ഞാൻ ഇവരെ കണ്ടിട്ടുള്ളത്. അല്ലാതെ ഞാൻ ഇവിടെ ഒരു സിനിമയിലും കണ്ടിട്ടില്ല. പിന്നെ എനിക്ക് തോന്നിയത് ഞാൻ വിളിച്ചു പറയാനാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പൊ നിരന്തരമായിട്ട് ഒരാളെ കുറിച്ചിട്ട് വൃത്തികേടുകൾ നുണകൾ പറഞ്ഞൂടെ? അപ്പോ വെറുതെ അങ്ങ് വിളിച്ചു പറഞ്ഞതാണ് എന്ന് ഉറപ്പിക്കാൻ കഴിയില്ല. ഫേമസ് ആവുക, നെഗറ്റീവ് ആണെങ്കിലും കുഴപ്പമില്ല. ഓക്കെ, സിനിമ കിട്ടുന്ന പ്രതീക്ഷയാണ് ചേച്ചി ചെയ്തത്. പക്ഷെ ചേച്ചിക്ക് ഇപ്പൊ സിനിമ ഇല്ല, സീരിയലും ഇല്ല, നാടകവും ഇല്ല പറഞ്ഞ അവസ്ഥയായി. റീൽസിലൊക്കെ ഇടക്ക് കാണാറുണ്ട്, വേറൊന്നുമില്ല. ഞാൻ വിചാരിക്കുന്നത് ഇങ്ങനെ ആരോപണങ്ങൾ വന്നിട്ടുള്ള ഒരു വ്യക്തി പോലും മത്സരിക്കരുത് എന്നുള്ളതാണ് എന്റെ ഒരു ആഗ്രഹം. അത് ഏത് പാർട്ടിയാണ്, അല്ലാതെ പ്രത്യേകിച്ച് ഒരു വ്യക്തി ആ വ്യക്തി മത്സരിക്കരുത് എന്നുള്ളത്, അല്ലെങ്കിൽ ഇന്നൊരു വ്യക്തി മത്സരിക്കരുത് ഇന്നൊരാൾ മത്സരിക്കുക, അങ്ങനെയല്ല. ഇത്തരത്തിൽ ഒരു ആറ്റിറ്റ്യൂഡുള്ള ആളുകള് അങ്ങനെ മത്സരിക്കുന്നതിനോട് യോജിക്കുന്ന ഒരാളല്ല ഞാൻ. ഇതിപ്പോ ഓരോ പാർട്ടികള് ഓരോ ഇങ്ങനത്തെ ആളുകളെ അവരുടെ പാർട്ടിയിലേക്ക് ക്ഷണിക്കുന്നതിനോടൊന്നും യോജിക്കുന്ന ഒരാളല്ല ഞാൻ. ഓക്കെ ഓക്കെ ഓക്കെ, ആ ഒരു കാര്യത്തിനോട് ഞാൻ യോജിക്കുന്നുണ്ട്. പക്ഷെ കോടതി തീരുമാനിക്കണം അവര് കുറ്റക്കാരാണെന്ന്. കോടതി കുറ്റക്കാരാണെന്ന് തെളിയിച്ച് കഴിഞ്ഞാൽ പിന്നെ അവരെ പാർട്ടിയിൽ നിലനിർത്തുന്നത് ശരിയല്ല. അതേപോലെ തന്നെയാണ് ഇങ്ങനെ നുണകൾ പറഞ്ഞ് മുന്നോട്ട് പോകുന്ന ആളുകളെയും പാർട്ടി നിലനിർത്തുന്നത് ശരിയല്ല. എം എ ഷഹനാസിനെതിരെ വലിയ രീതിയിലുള്ള തെളിവുകളുണ്ട്. ആ തെളിവുകൾ ഉണ്ടായിട്ട് പോലും പാർട്ടി അവരെ പുറത്താക്കുന്നില്ല എന്നുള്ളതാണ്. പിന്നെ ഇവരൊക്കെ പാർട്ടി മെമ്പർഷിപ്പിലുള്ള ആളുകളാണോ? റിനിയൊക്കെ പ്രഹസനം കാണിച്ചുകൊണ്ട് നുണകൾ പറഞ്ഞുകൊണ്ട് വൈറലാവാൻ ശ്രമിച്ചതാണ് എന്ന് വ്യക്തമായി നമുക്ക് എല്ലാവർക്കും ധാരണയുണ്ട് എന്നുള്ളതാണ്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ കോടതിയിൽ ഇപ്പോൾ തീരുമാനമായിട്ടില്ല. ഒരാളെ കോടതി ശിക്ഷിക്കുന്നതിന് മുൻപ് തന്നെ അയാൾ കുറ്റവാളികളാണ് എന്ന് പറഞ്ഞ് ശരിയല്ല. കുറ്റം ആരോപിക്കപ്പെട്ട ആളുകളും കുറ്റം ചെയ്ത ആളുകളും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കണം. കോടതി അയാൾ കുറ്റക്കാരനാണെന്ന് തെളിയിക്കുകയാണെങ്കിൽ, തെളിവോട് കൂടിയിട്ട് വിധി പറയുകയാണെങ്കിലൊക്കെ. ഇവിടെ അതൊന്നും സംഭവിച്ചിട്ടില്ല. ഇവിടെ കോടതിയുടെ നിരീക്ഷണം വളരെ വ്യക്തമാണെന്നുള്ളതാണ്. കല്യാണം കഴിച്ച് മറ്റൊരാളുടെ കൂടെ നിൽക്കുന്ന ഒരു സ്ത്രീ മറ്റൊരു പുരുഷനുമായിട്ട് വഴിവിട്ട ബന്ധത്തിലേക്ക് പോയതിനു ശേഷം എന്നെ അയാൾ വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞ് പറ്റിച്ചു എന്ന് പറയുന്ന കേസ് ഒന്നും നിലനിൽക്കില്ല എന്നുള്ളതാണ്. പിന്നെ അറിഞ്ഞുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ബെഡ് ഷെയർ ചെയ്തിട്ട് അവസാനം ആണിന് മാത്രം കുറ്റമാവുന്നത് എങ്ങനെയാണെന്ന് എനിക്ക് പിടുത്തം കിട്ടുന്നില്ല. ഇവിടെയുള്ള ചില ആളുകളെങ്കിൽ പോലും ആ സ്ത്രീകളുടെ ഭർത്താക്കന്മാർക്കെതിരാണെന്ന് ചിലപ്പോൾ തോന്നിപ്പോവുക. കാരണം സ്ത്രീകൾ ഭയങ്കര പവിത്ര, ഭയങ്കര അടിപൊളി, പുരുഷൻ ഭയങ്കര തെറ്റുകാരൻ എന്ന രീതിയിലേക്ക് മാറുകയാണ്. സ്വന്തം ഭർത്താവിനെ വഞ്ചിച്ചവരെ ഒക്കെ ഒരു പൂമാല ഇട്ടിട്ടാണ് സ്വീകരിക്കുന്നത് എനിക്ക് തോന്നുന്നത്. ഇളക്കം പറ്റിയിട്ടുണ്ട്, എന്താ സംഭവം എന്നൊക്കെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. അതിനോട് എന്താ പറയാനുള്ളത്? അല്ല, അത് ഞാൻ ആദ്യമേ പറഞ്ഞു, ഞാൻ ഒരിക്കലും ഒരു വ്യക്തിക്കെതിരെ നടത്തുന്ന ഒരു പോരാട്ടമോ അല്ലെങ്കിൽ ഒരു വ്യക്തിക്കെതിരെ നടത്തുന്ന ഒരു വൈരാഗ്യമോ വിദ്വേഷമോ അല്ല. എന്റെ അഭിപ്രായത്തില് രാഷ്ട്രീയത്തിൽ നിൽക്കുന്ന എല്ലാവരും, അത് ഏത് രാഷ്ട്രീയ പാർട്ടിയാണെങ്കിലും ഇപ്പൊ 2026 ഇലക്ഷൻ വരുമ്പോ അല്ല, നിങ്ങൾ ആ വ്യക്തിക്കെതിരെ ഒന്നും പറഞ്ഞിട്ടില്ല. നിരന്തരമായിട്ട് ആ വ്യക്തിക്കെതിരെ പറഞ്ഞതൊക്കെ ഇവിടെ സോഷ്യൽ മീഡിയയിൽ കിടക്കുന്നുണ്ട്. നിങ്ങൾ കൊടുത്ത ഇന്റർവ്യൂവിൽ തന്നെ കിടക്കുന്നുണ്ട്. ഹൂ കെയേഴ്സ് എന്ന് മാത്രം കൊടുത്താൽ മാത്രം പോരെ ആ യുവ നേതാവിനെ കുറിച്ച് പറയാൻ. വലിയൊരു ഹിന്റ് ഇട്ട് കൊടുത്തിട്ട് ഡയലോഗ് അടിക്കുക, മോശപ്പെട്ട രീതിയിൽ മെസ്സേജ് അയച്ചു എന്നുള്ളതാ. എന്ത് മോശപ്പെട്ട മെസ്സേജാണ് അയച്ചത് നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കിയതാ. വളരെ കോമൺ ആയിട്ട് സംസാരിക്കുന്ന, ജെനുവിനായി സംസാരിച്ച വാക്കുകളെ ഇവർക്ക് മോശമായിട്ട് തോന്നി. അതിനെ അവർ ഏത് രീതിയിലാണ് കാണിച്ചേ? അല്ല, അതൊക്കെ അപ്പൊ തന്നെ പൊളിഞ്ഞാണ്. ഇവർ അങ്ങോട്ട് അയച്ചിട്ടുണ്ട് കുറെ മെസ്സേജുകൾ കേട്ടോ. അതൊന്നും ഞാൻ ഇനി കുത്തിപ്പൊക്കാനൊന്നും തയ്യാറല്ല. എന്തായാലും വൈറലാവാൻ നോക്കിയതല്ലേ എന്റെ പൊന്നു ചേച്ചി. ഇപ്പൊ ആർക്കും അറിയില്ല, ഏതോ ഒരു മൂലയിൽ ഇങ്ങനെ പോവല്ലേ. അങ്ങനെ പോ. ഒരു കാര്യം കൂടെ, റിനി ശരിക്കും മാരീഡ് ആണോ? അല്ലല്ല, ഞാൻ മാരീഡ് അല്ല. ശരിക്കും മാരീഡ് ആണോ എന്ന് ചോദിക്കുന്നത് എന്തുകൊണ്ടാണ്? മാരീഡ് ആണോ അല്ലയോ എന്ന് ചോദിച്ചാൽ പോരെ. എന്താണ് അങ്ങനെ ഒരു ചോദ്യം? അങ്ങനെ ഒരു ചോദ്യം ചോദിക്കാനുള്ള കാരണം എനിക്ക് തോന്നുന്നു ഈ വീഡിയോ ആണ് തോന്നുന്നു. അതായത് ഇപ്പോൾ രണ്ടുപേര് തമ്മിൽ ഒരു മുറിയിൽ കാണാമെന്ന് തീരുമാനിക്കുന്നു. പെൺകുട്ടി ചിലപ്പോൾ കുറച്ചു നേരം വർത്താനം പറഞ്ഞ് ഇരിക്കാനോ അല്ലെങ്കിൽ ചെറിയ രീതിയിലുള്ള ഒരു സ്നേഹത്തിന് വേണ്ടി പ്രകടനം, അങ്ങനെ ഞാൻ ഉദ്ദേശിച്ചത് അതെനിക്ക് ലൈക്ക്
ചെറിയ രീതിയിൽ ഒരു കിസ്സിങ്ങോ ഹഗിങ്ങോ അങ്ങനെയൊക്കെ എന്തെങ്കിലും കുറച്ച് സ്വകാര്യ നിമിഷങ്ങൾ പങ്കിടാൻ വേണ്ടിയിട്ടായിരിക്കും ഒരു സ്ത്രീ വരുന്നത്. ഈ ന്യായീകരണമാണ് ആളുകൾക്ക് ചിലപ്പോൾ അങ്ങനെ ചോദിക്കാൻ തോന്നുന്നത് കേട്ടോ. ഒരു സ്ത്രീ ഒരു പുരുഷനോട് സംസാരിക്കാൻ ഒരു റൂം എടുത്ത് പോയി നിൽക്കേണ്ട കാര്യമില്ല, അല്ലെ? എവിടെ നിന്ന് വേണമെങ്കിലും സംസാരിക്കാം. പിന്നെ ചെറിയൊരു ഹഗ്ഗും കിസ്സും ഇതിൽ തന്നെ അല്ലേ മറ്റുള്ള കാര്യങ്ങളിലേക്ക് കടക്കുന്നത്. ആദ്യം കിസ്, ഹഗ്, അത് ഇത് എന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത്. എന്നാലും ഇത് കേട്ടാ പിന്നെ ആളുകൾക്ക് ചോദിക്കാതിരിക്കാൻ തോന്നുന്നില്ലല്ലോ, അതുകൊണ്ട് ചോദിച്ച പോച്ചൊക്കെ. കമന്റ് സെക്ഷൻ പറയുന്നുണ്ട് മാരീഡ് ആണോ അല്ലേ എന്നൊക്കെ, ട്രോളുകളിൽ ഒരുപാട് വരുന്നുണ്ട്. അത് ഞാനെന്തോ പരാതിക്കാരിയാണെന്ന് വിചാരിച്ച ആൾക്കാർ പറയുന്നതാണ്. ഞാനാണ് പരാതി കൊടുത്ത പരാതിക്കാരി എന്ന് വിചാരിച്ചിട്ട് പരാതിക്കാരികൾ മാരീഡ് ആണ് എന്നൊക്കെ വാർത്തകൾ വന്നത്. അപ്പൊ ഞാൻ ആയിരിക്കും പരാതിക്കാരി എന്ന് വിചാരിച്ചിട്ട് പറയുന്നത്. ഞാൻ മാരീഡ് അല്ല, ഞാൻ പരാതിക്കാരിയുമല്ല, ഞാൻ ആരുടെ പേരും പറഞ്ഞിട്ടുമില്ല, ഞാൻ ഒരാൾക്കെതിരെ പരാതിയും കൊടുത്തിട്ടുമില്ല. എനിക്കിനകത്ത് യാതൊരു വിഷയവുമില്ല. ഐ എം നോട്ട് ആൻസറബിൾ ആക്ച്വലി. പിന്നെ എന്തിനാണ് ഇങ്ങനെയുള്ള ആളുകൾ ഓരോന്ന് ചോദിക്കുമ്പോ ആൻസറബിൾ അല്ലെങ്കിൽ പറയാൻ നിൽക്കുന്നേ? മിണ്ടാതിരുന്ന പോരെ. എന്തായാലും ജനങ്ങൾക്ക് സംശയങ്ങൾ തോന്നുന്ന ഇത്തരം ഇന്റർവ്യൂവിൽ താങ്കൾ തന്നെ പറഞ്ഞ പോലെ വാക്കുകളാണെന്നുള്ളതാണ്. ഒരാണും പെണ്ണും സംസാരിക്കാൻ റൂം എടുത്ത് ഒരു കിസ്സൊക്കെ അടിച്ചു കഴിഞ്ഞപ്പോ എന്താ കുഴപ്പമില്ലേ? പിന്നെ അതിലോട്ട് പോയാലേ കുഴപ്പമുള്ളൂ അല്ലേ? എന്തായാലും ഒരു ഭർത്താവുള്ള സ്ത്രീ മറ്റൊരാളുമായിട്ട് ഒരു മുറിയെടുത്ത് സംസാരിക്കാനും മാത്രം എന്താണ് ഉള്ളതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എല്ലാം രാഹുൽ മാങ്കൂട്ടത്തിന്റെ തലയിൽ കൊണ്ട് വെക്കുന്നത് കൊണ്ട് മാത്രമായിട്ടാ പറയുന്നത്. ഇവിടെ ആ സ്ത്രീകൾ ചെയ്തൊക്കെ നല്ലതാണെന്ന് പറയുന്നത് എത്ര വലിയ ഊളത്തരാ, എത്ര വലിയ പ്രഹസനമാണ് എന്നും കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇനി നിങ്ങളുടെ അഭിപ്രായം പറയാ. റിനിയും ഷഹനാസും ഒക്കെ വൈറലാവാൻ വേണ്ടിയിട്ട് പറഞ്ഞത് തന്നെയല്ലേ? അതുപോലെ കൊട്ടേഷൻ വല്ലത് എടുത്തിട്ടുണ്ടോ എന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം അയാളെ പാർട്ടി പിടിച്ച് പുറത്താക്കി, ഷഹനാസിനെ അച്ഛൻ പുറത്താക്കുന്നില്ല. ഷഹനാസിനെതിരെ ഒരു ഭയങ്കര വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ വരുന്നു, വിത്ത് എവിഡൻസ് നിയാസ് മലബാറിയൊക്കെ പറയുന്നു, പക്ഷെ പുറത്താക്കുന്നില്ല. ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ പുറത്താക്കാൻ ശ്രമിച്ചവരെ കൂട്ടത്തില് കോൺഗ്രസിലെ മുതിർന്ന നേതാക്കന്മാരുണ്ട് എന്നൊക്കെയാണ് ഇപ്പൊ ചർച്ചയിൽ വരുന്നത്. നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. വീണ്ടും വരെ പുതിയ വാർത്താവിശേഷങ്ങളുമായി സന്ദീപ് എടപ്പാൾ സൈനിങ് ഓഫ്.